ഫെഫ്ക അമ്മ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു സമരമാണ്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നടൻ ബാബുരാജ് ചേരുകയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം, ജനാധിപത്യ വിരുദ്ധം, ഇതൊക്കെ തന്നെയാണ് ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഹൈക്കോടതി ഉൾപ്പെടെ വിമർശനവുമായി രംഗത്തെത്തുന്നു. എന്താണ് അമ്മയുടെ നിലപാട്? തീർച്ചയായിട്ടും നമ്മൾ ഇത് പ്രതിഷേധിക്കാനാണല്ലോ അമ്മ സംഘടനയുടെ ഒരു അഡ്വോക്കേറ്റ് കമ്മിറ്റി അംഗം എന്ന നിലയിലും ഈ ഫെഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയന്റെ അംഗം എന്ന നിലയിലും പ്രതിഷേധം രേഖപ്പെടുത്താനാണ് നമ്മൾ വന്നത്. കാരണം ഈ ഒരു പ്രവണത ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ പല പേരുകളും, മലയാള സിനിമയിലെ പല പേരുകളും നമുക്കൊരു ക്യാരക്ടറിന് പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആവും. അപ്പോൾ അതിനെല്ലാം ശക്തമായ നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്തുക, അതാണ് നമ്മുടെ ഉദ്ദേശം. ഈ സമര പരിപാടിയുമായിട്ട് ഈ ഏകദിന സമരവും കൂടിയാണ്. തുടർന്ന് ഇപ്പോൾ സംവിധായകൻ തന്നെ പറഞ്ഞത് ഒരു താലിബാനാണോ എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റോട് ചോദിച്ചു. ഒരു സംവിധായകന്റെ ഒരു വിഷമവും കൂടിയായിട്ട് നമുക്ക് കണക്കാക്കാം. അമ്മയെ സംഘടന ഈ സംവിധായകനുമായിട്ട് സംസാരിച്ചിരുന്നോ? അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്താണ് അവരുടെ ഒരു നിലപാടും കൂടി എന്താണ് തമ്മിൽ സംസാരിച്ചത്? അല്ല, ഇതിപ്പോ ഇങ്ങനെയുള്ള പോക്ക് വന്ന കാരണം എത്രയോ നാളത്തെ കഷ്ടപ്പാടാണ് ഒരു സിനിമയിലേക്ക് എത്തുക എന്നുള്ളത്. ഒരു റൈറ്റർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ അദ്ദേഹം ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അതിന് നല്ല അനുയോജ്യമായ ഒരു പേര് കണ്ടുപിടിക്കുന്നു. ആ പേര് അദ്ദേഹം തന്നെ ആദ്യം അത് എഴുതുന്നു. അത് എന്ത് രീതിയിൽ വേണമെന്നുള്ളതിന് ശേഷം അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ആ പേര് മാറ്റണം എന്ന് പറയുന്നത് അതൊരു സിനിമയ്ക്ക് നല്ല ഒരു എന്താ പറയുക, നല്ലൊരു പ്രവണതയല്ല. കാരണം അത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല പേരുകളും നമുക്ക് ഇടുമ്പോൾ ചിന്തിക്കേണ്ടി വരുന്നു. അത് ക്രിസ്ത്യൻ പേരായാലും മുസ്ലിം പേരായാലും ഹിന്ദു പേരായാലും. അപ്പൊ അത് ഒരിക്കലും സിനിമയ്ക്ക് അനുയോജ്യമല്ല. അതിനെ പ്രതിഷേധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കേന്ദ്രമന്ത്രിയും കൂടിയാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിന്റെ ഒരു സിനിമയ്ക്കും കൂടിയാണ് ഈ ഒരു കാര്യം വരുന്നത്. അപ്പോഴാണ് ചോദ്യം വരുന്നത്, അപ്പോൾ സാധാരണക്കാരായ ആളുകളുടെ സിനിമയ്ക്കും കൂടി എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. ആ ഒരു രീതിയിലും കൂടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്? അല്ല, സുരേഷ് ഏട്ടന്റെ ഒരു അങ്ങനെയുള്ളതല്ല. കാരണം ഇപ്പൊ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണോ ഉള്ളതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്നല്ല. പൊതുവേ നമ്മൾ സിനിമ പറയുകയാണെങ്കിൽ ആരായാലും ഒരു പേര്, ആ പേരിനകത്ത് അതിന്റെ ഒരു പര്യായ പദം ആണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഈ സിനിമയുടെ ഇപ്പൊ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് എന്താണെന്ന് അറിയില്ല. ഇപ്പൊ എന്റെ മകൾ എന്നോടൊന്ന് കാലത്ത് ചോദിച്ചു, എന്താണ് ഈ ജാനകി എന്ന് പറഞ്ഞ പേരിൽ എന്താ അർത്ഥം, എന്താണ് അതിന്റെ ഉള്ളടക്കം. കാരണം അവർക്ക് പോലും മനസ്സിലാകുന്നില്ല. അപ്പൊ ഒരു പര്യായ പദത്തെ ചൊല്ലിയുള്ള ഒരു തർക്കമാണിത്, ശരിയല്ലേ? അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തോരം പേരുകൾ നമുക്കിനി ഇടാൻ പറ്റാണ്ടാക വരും. അപ്പൊ അതിന് നമ്മുടെ ശക്തമായ പ്രതിഷേധം. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞ സുരേഷ് ഏട്ടനും അതിനകത്ത് മറച്ചൊരു അഭിപ്രായമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ബാബുരാജൻ നടനോടായിട്ടൊരു ചോദ്യമാണ്. സെൻസർ ബോർഡ് ഇതുപോലെ പലപ്പോഴായി നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത പല നിയമാവലിയായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇത് പുതുക്കേണ്ട ആവശ്യകതയില്ല? തീർച്ചയായിട്ടും. പിന്നെ കാലം മാറിയില്ല. ഇപ്പൊ പണ്ട് ഞാൻ എന്റെ ഒരു പടം സെൻസർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഈ മൃഗങ്ങൾ, അപ്പൊ ഈ എന്നുള്ള അതിനകത്ത് കോഴിയുടെ, അത് നമ്മുടെ ബ്രോയിലർ ചിക്കന്റെ കടയുടെ മുമ്പിൽ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് കട്ട് ചെയ്യണം, അത് നിയമത്തിന് തെറ്റാണ്. അപ്പൊ ഞാൻ ആ ഓഫീസറോട് ചോദിച്ചു, ഈ ബ്രോയിലർ കോഴിയുടെ ലൈഫ് സ്പാൻ എത്രയാണെന്നറിയാമോ? അപ്പൊ അത് കൂടി വന്നൊരു 10-50 ദിവസം ജീവിച്ചിരിക്കുന്ന ഇതാണ്. അങ്ങനെ അതിൽ നിന്ന് ഒഴിവായി പോയെന്നാണ്. അപ്പൊ പല കാര്യങ്ങളും നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇതിനകത്ത് രാഷ്ട്രീയമോ മതമോ മറ്റുള്ളതൊന്നും അല്ല. പക്ഷെ ഒരു കലാകാരന്റെ അയാളുടെ അതിനുള്ള കഷ്ടപ്പാട് അത് മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു അവസാന സ്റ്റേജിലെത്തുമ്പോൾ ആ പടത്തിന്റെ പേര് മാറ്റുക എന്നൊക്കെ പറയുന്നത് അത് വളരെ ഒരു മോശം പ്രവണതയാണ്. ഈ ട്രെയിലറും ടീസറും ഒക്കെ തന്നെ ഇവർ സെൻസർ ചെയ്തതാണ്. അതെല്ലാം തിയേറ്ററുകളിലും കളിച്ചതാണ്. അപ്പോഴൊന്നും ഇല്ലായിരുന്ന പ്രശ്നം റിലീസിന് മാത്രം എന്തെന്നുള്ളത് അല്ല. അതിനുള്ള നമ്മളിവിടെ ഇങ്ങനെ ഒരു കൂട്ടായ്മ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം.